കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 24 രചന ശാലിനി EA 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രഭാതം. ചെന്നൈയിലെ വർക്ക് കഴിഞ്ഞ് തിരുനന്തനത്ത് മഹാദേവൻ മാസ്റ്റർ ഇറക്കിയതിന് ശേഷം ഗോവർദ്ധനത്തിലേക്ക് വരികയായിരുന്നു ബദ്രിനാഥ്. സെക്യൂരിറ്റി തുറന്നു കൊടുത്ത ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കാർ കയറ്റിക്കൊണ്ട് അവൻ കാർ പോർച്ചിലേക്ക് ഓടിച്ചുപോയി. സമയം പുലർച്ചെ 4:30 കഴിഞ്ഞതേയുള്ളൂ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ തമ്പുരുവിൽ നിന്ന് മുതിർന്ന ഇമ്പമുള്ള സ്വരം അവനെ തേടിയെത്തി. ആ സ്വരത്തിന് കാതോർത്തും കൊണ്ടാണ് അവൻ പൂമുഖത്ത് സ്റ്റെപ്പ് കയറിയത്. സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്നതിന് ശേഷം ഹാളിലേക്ക് കടന്നതും ആ സ്വരമാധുരിയുടെ അലകൾ അവൻ്റെ കർണപുടങ്ങൾക്കൊരു അലങ്കാരമായി. അതിൻ്റെ ഉറവിടം തേടി അവൻ്റെ കാലുകൾ ചലിച്ചു. ചെന്നു നിന്നത് അവൻ സാധകം ചെയ്യുന്നിടത്താണ്. അവൻ്റെ തമ്പുരി മീറ്റിംഗ് കൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുന്ന നദിയെയാണ് ബദ്രിനാഥ് അവിടെ കണ്ടത്. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. മിഴികൾ അടച്ചിരിക്കുന്നവൾ അവൻ്റെ പ്രസൻസ് അറിഞ്ഞതേയില്ല. അവൾ സ്വരമിട്ടപ്പോൾ തന്നെ അവനെ മനസ്സിലായി ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അവനും അവളുടെ അരികിലായി ചമ്രം പടിഞ്ഞിരുന്നു. പിന്നെ അവനും കൂടെ പാടി. സ്വാമിനാഥ പരിപാലയാം സുമാം, സ്വാമിനാഥ പരിപാലയാം സുമാം, സ്വാമിനാഥ പരിപാലയാം സുമാം, സ്വപ്രകാശവല്ലിശ ഗുരുഗുഹ ദേവസേന സ്വാമിനാഥ പരിപാലയാം സുമാം. തമ്പുരുവിൻ്റെ നാദത്തിൽ സ്വയം മറന്ന് പാടുന്നവൾ ഒരുവൻ അടുത്തിരുന്ന് ഒപ്പം പാടുന്ന അറിഞ്ഞില്ല. വാമദേവ പാർവതി വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാരദേവ വാമ പാർവതി സുകുമാര വാരിജാസ സമേഹദികാസ സാരപാഗാനീസ സനി സനി പരി സനി. പെട്ടെന്ന് ശ്വാസം വന്ന് വിട്ടുകൊണ്ട് അവൾ മിഴികൾ തുറന്നു. അപ്പോഴാണ് അരികിലിരിക്കുന്ന ബദ്രിനാഥിനെ നദി കാണുന്നത്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. പിന്നീട് പാടിയത് ഇരുവരും ചേർന്ന് തന്നെയായിരുന്നു. തന്നെ കണ്ടാൽ അവൾ പാട്ട് നിർത്തുമോ എന്ന് അവനൊരു ശങ്ക തോന്നിയെങ്കിലും അതുണ്ടായില്ല. പാടിക്കഴിഞ്ഞതും അവൾ തമ്പുരു താഴെ വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. സാർ റെക്കോർഡിങ്ങിന് ചെന്നൈയിലേക്ക് പോയിരിക്കുകയായിരുന്നു അല്ലേ? അവനും പുഞ്ചിരിയോടെ മൂളി. മഹാദേവൻ മാസ്റ്ററും ഉണ്ടായിരുന്നോ? ഞാൻ ജീവിതത്തിൽ നേരിൽ കാണാൻ ആഗ്രഹിച്ച 2 വ്യക്തികളുണ്ട്. അതിലൊന്ന് മഹാദേവൻ മാസ്റ്ററാണ്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അതെന്താ മാസ്റ്ററെ കാണാൻ ഇത്രയ്ക്ക് ആഗ്രഹം? ചില പരിചിതരെ പോലെ അവർ തന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവന് ആശ്ചര്യം തോന്നാതിരുന്നില്ല. സംഗീതത്തിൻ്റെ സാമ്രാട്ടല്ലേ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാകാൻ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. എന്നാൽ സംഗീതം പ്രൊഫഷൻ ആക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഒരിക്കലും സംഗീതം കൊണ്ട് ജീവിക്കരുതെന്ന് അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അതെന്താ, സംഗീതം അത്രയ്ക്കും മോശമാണോ? അമ്മയുടെ ജീവിതം കൊണ്ട് അമ്മ പഠിച്ചത് അങ്ങനെയായിരിക്കാം. ജീവിതമാർഗമായി സംഗീതം തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗീതത്തിൻ്റെ പാഠങ്ങളെല്ലാം അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചതുകൊണ്ടാകാം നദി നന്നായി പാടുന്നുണ്ട്. അത് കേട്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. നദി ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് മഹാദേവൻ മാസ്റ്റർ എന്ന് നദിയുടെ അമ്മയ്ക്കറിയില്ലേ? അന്ന് നീ കോളേജിൽ പാടിയ പാട്ട് ഞാനാണ് അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്.
അതിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ ഇത്രയും പ്രഗത്ഭനായ അമ്മാമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് പുതിയ ചിത്രത്തിൽ നിനക്കൊരു അവസരം തരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി നിന്റെ അമ്മയെ കാണാൻ അദ്ദേഹം നിന്റെ വീട്ടിൽ വന്നിരുന്നു. ആ അറിവ് അവൾക്ക് അജ്ഞാതമായിരുന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അമ്മ പറ്റില്ലെന്ന് പറഞ്ഞു കാണും. അദ്ദേഹം വീട്ടിൽ വന്നതിനെക്കുറിച്ച് എന്നോടമ്മ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം പറയാത്തത് എന്തുകൊണ്ടാണെന്ന്. ഇനിയും സമയമുണ്ട്. അദ്ദേഹം നദിക്ക് നീട്ടിയ ആ ഓഫർ ഇതുവരെ മറ്റാർക്കും കൊടുത്തിട്ടില്ല. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരിയുണ്ടായി. 2-3 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെ വന്നിരുന്നു. അച്ഛനോട് പറഞ്ഞ് എനിക്കൊരു അവസരം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അതെനിക്ക് വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പകരം എനിക്കൊരു ജോലി തരാൻ പറഞ്ഞു, അവരുടെ കമ്പനിയിൽ. അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ പുരികമൊന്ന് ചുളിഞ്ഞു. ജോലിയോ? അപ്പോൾ നിന്റെ പഠനം അവസാനിച്ചോ? ഇല്ല, പഠനവും ജോലിയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. അതെന്താ അങ്ങനെ ഒരു കരുതൽ? പഠനം കഴിഞ്ഞിട്ട് പോരെ ജോലി? ആരുമല്ലാതെ എനിക്ക് വേണ്ടി ഇവിടുത്തെ അങ്കിളിനെയും ആൻറ്റിയെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് തെറ്റല്ലേ? എനിക്കൊരു ജോലി കിട്ടിയാൽ എൻ്റെ പഠനത്തിനുള്ള തുക എനിക്ക് സ്വയം കണ്ടെത്താമല്ലോ. അമ്മയ്ക്ക് പിറന്ന മകൾ. അവൻ ആ നിമിഷം ചിന്തിച്ചത് അങ്ങനെയാണ്. ഓക്കെ, കാർത്തി ജോലി തരാമെന്ന് സമ്മതിച്ചോ? ഇവിടുത്തെ അങ്കിളുമായി കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ അങ്കിൾ എന്നെ കാണാൻ വന്നു. കാർത്തിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. കാലത്ത് മുതൽ ഉച്ചവരെ ക്ലാസ്സുള്ള കോളേജിൽ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ജോലിയെക്കുറിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അല്പസമയം ബദ്രിനാഥ് മൗനം പാലിച്ചു. ജീവിതത്തിൽ 2 വ്യക്തികളെ കാണാൻ ആഗ്രഹിച്ചു എന്നല്ലേ നദി നേരത്തെ പറഞ്ഞത്? അതിൽ ഒരാൾ മഹാദേവൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെയാൾ ആരാണ്? എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ നേരിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. ആ പേര് പറയണോ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. എന്തേ, ആൾക്ക് പേരില്ലേ? അവൾ ചിന്തിക്കുന്നത് കണ്ട് അവനൊരു നേർത്ത ചിരിയോടെ ചോദിച്ചു. പേരില്ലാതിരിക്കില്ലല്ലോ, പക്ഷേ ആ പേര് എനിക്കറിഞ്ഞുകൂടാ. ഇനി അറിഞ്ഞാലും അതിന് പ്രസക്തിയില്ല. കാരണം ഞാനിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്നത് ആ ആളെയാണ്. അതുകൊണ്ട് അയാളെ കാണണമെന്ന മോഹം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മാറ്റിവെച്ചു. നദി വെറുക്കണമെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ലല്ലോ. ആരാ അയാൾ? അവൾ തലചരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അച്ഛനാണ്. എനിക്ക് ജന്മം തന്ന വ്യക്തി. പക്ഷേ എൻ്റെ ജന്മം നിഷേധിച്ച വ്യക്തിയും ആണത്രേ അയാൾ. എൻ്റെ അമ്മയെ അഭിസാരികയാക്കി മാറ്റിയ വ്യക്തിയും അയാൾ തന്നെ. ഞാൻ അനാഥയാകുന്നതിൻ്റെ 5 ദിവസം മുൻപ് വരെ അച്ഛൻ എന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ കൂട്ടുകാരനായിരുന്നു അച്ഛൻ. ഒരിക്കലും കാണാത്ത ആൾ എങ്ങനെ കൂട്ടുകാരനാകുമെന്ന് സാറിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാനെൻ്റെ സന്തോഷവും സങ്കടവും പങ്കുവച്ചിരുന്നത് അമ്മയോടായിരുന്നില്ല, അച്ഛനോടായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അച്ഛനോട് ഞാനെൻ്റെ ആശയവിനിമയം നടത്തിയിരുന്നത് കത്തിലൂടെയായിരുന്നു. അച്ഛനെ മുന്നിൽ കണ്ട് അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ കത്തുകൾ എഴുതുമായിരുന്നു. ഒരിക്കലും പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടില്ലാത്ത കത്തുകൾ. എഴുതിത്തീർന്ന കത്തുകൾ സ്ഥാനം പിടിച്ചിരുന്നത് എൻ്റെ അലമാരിക്കുള്ളിലായിരുന്നു. അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ പഠിച്ചപ്പോൾ മുതൽ അച്ഛന് കത്തെഴുതാൻ തുടങ്ങിയതാണ്. 1 മാസത്തെ മുഴുവൻ വിശേഷങ്ങളും നിറച്ചും കൊണ്ടൊരു കത്ത്. പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും വിട്ടുപോകാതെ ഞാൻ അതിൽ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി അച്ഛൻ എൻ്റെ ഒപ്പമുണ്ടെന്ന് ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വളർന്നു. അച്ഛനെക്കുറിച്ച് ശരിയായിട്ടോ തെറ്റായിട്ടോ അമ്മയൊന്നും പറഞ്ഞു തന്നതുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ പല കുട്ടികളെയും അച്ഛന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊരിക്കലും എൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചില്ല.
അതിന് കാരണം എൻ്റെ മനസ്സിൽ അച്ഛൻ എൻ്റെ സ്വപ്നമായി തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി. എന്നാൽ അമ്മ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുൻപാണ് അച്ഛനെക്കുറിച്ചുള്ള കഥകൾ എന്നോട് പറയുന്നത്. അച്ഛൻ അമ്മയോട് കാണിച്ച ക്രൂരതകൾ, അതെല്ലാം കേട്ടപ്പോൾ അച്ഛനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനെന്ന മകളെ തള്ളിപ്പറഞ്ഞ അച്ഛനല്ലേ ഇനി ഒരിക്കലും എനിക്ക് കാണേണ്ട എന്ന് തോന്നി. അന്നാണ് ഞാൻ അവസാനമായി അച്ഛന് കത്തെഴുതിയത്. എന്നിട്ടും മരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഏതായാലും മരിക്കുകയല്ലേ, എൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും പറഞ്ഞു തരുമോ എന്ന്. അച്ഛൻ്റെ പേര് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ഏട്ടനുണ്ടെന്ന് പറഞ്ഞു. പിന്നീടൊന്നും ഏട്ടനെക്കുറിച്ച് അമ്മ പറഞ്ഞു തന്നില്ല. വീണ്ടും അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോൾ അന്നേരം 2 വാക്കുകൾ അമ്മയുടെ നാവിൽ നിന്നും വന്നു. അത്രയും പറയാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അമ്മയുടെ ശബ്ദം കുഴഞ്ഞിരുന്നു. അന്ന് ഞാൻ മരിക്കുകയാണല്ലോ എന്നോർത്തിട്ടാണ് പേരെങ്കിലും അറിയാൻ ആഗ്രഹിച്ചത്. ഒരു കണക്കിന് അമ്മയ്ക്ക് പറയാൻ കഴിയാതിരുന്നത് നന്നായി. ഇനി എനിക്ക് അച്ഛനെക്കുറിച്ച് അറിയണ്ട, ഏട്ടനെക്കുറിച്ചും അറിയണ്ട. അവൾ പറയുന്നത് കേട്ട് കണ്ണുകൾ വിടർത്തി നോക്കുകയാണ് ബദ്രി. നദി കാണാൻ ആഗ്രഹിച്ച 2 പേർ, ആ 2 പേരും ഒരു വ്യക്തിയാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. 2 ദിവസം മുൻപ് അവളെ കാണാൻ വന്ന അവൾ ജോലി ആവശ്യപ്പെട്ട വ്യക്തിയാണ് അവളുടെ സ്വന്തം ഏട്ടനെന്ന സത്യവും അവൾ അറിയുന്നില്ലല്ലോ. ഇതെല്ലാം അറിയുന്ന നിമിഷം നീ എങ്ങനെയായിരിക്കും പെരുമാറുക? നിന്റെ അച്ഛനെയും ഏട്ടനെയും സ്നേഹിക്കാൻ കഴിയുമോ നിനക്ക്? നീ ആരാണെന്ന സത്യം കാർത്തി തിരിച്ചറിയുന്ന ദിവസം ആ വീട്ടിൽ നടക്കുന്നത് ഒരു ഭൂകമ്പമായിരിക്കും. അച്ഛനും മകനും അടിച്ചു പിരിയുന്ന ദിവസമായിരിക്കും അത്. അവൻ ചിന്തകളിൽ നിന്നും പുറത്തു വന്ന് നദിയെ നോക്കി. അവൾ തമ്പുരുവിൽ വെറുതെ വിരലൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ മാസ്റ്ററുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ? അവൻ്റെ ചോദ്യം കേട്ട് പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ശിഷ്യയായി സ്വീകരിക്കുമോ? അവളുടെ മറുചോദ്യം കേട്ട് അവൻ മനസ്സിൽ ചിരിച്ചു. അച്ഛനെക്കുറിച്ചെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ ആരാണെന്ന വസ്തുത നദിക്ക് അറിയാത്തിടത്തോളം കാലം അമ്മാമ്മയ്ക്ക് അതൊരു നേട്ടമാണ്. എത്രയും വേഗം അതിനൊരു വേദിയൊരുക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണ്. മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛനും അച്ഛനാണെന്ന് അറിയാതെ മകളും പരസ്പരം സ്നേഹിക്കട്ടെ. നദി അദ്ദേഹത്തിൻ്റെ ശിഷ്യയാകാൻ ഒരുങ്ങിക്കൊള്ളും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്തു നിന്നും പതിയെ എഴുന്നേറ്റു. അതോടെ നദിയും എഴുന്നേറ്റു. തമ്പുരു എടുത്തിടത്ത് തന്നെ തിരികെ വെച്ചു. എന്നിട്ട് മുന്നിൽ നടക്കുന്നവൻ്റെ പിന്നാലെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.